ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് കുറച്ച് കൂരി കിട്ടിയിട്ടുണ്ട്, തേട്ടും കൂരി. ഞാൻ അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കുവാണേ. നല്ല രീതിയിൽ ഒന്ന് ഉരച്ച് എടുക്കണം. അതിൻ്റെ പുറത്തൊരു കറുത്ത തൊലിയുണ്ട്, നല്ല രീതിയിൽ ഉരച്ചെടുക്കണം. ഞാൻ വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ നമ്മളത് നന്നാക്കാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കൊച്ചുള്ളി, പച്ചമുളക് എല്ലാം എടുത്തിട്ടുണ്ട്. ചട്ടി അടപ്പിലോട്ട് വെച്ച് അതിനകത്ത് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടൊന്ന് മുപ്പിച്ചതിന് ശേഷം കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്കതിനകത്തേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യാനുസരണം എരിക്കനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 സ്പൂണ് മുളക് പൊടിയും ഒരു 3.5 സ്പൂണ് മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്ക് തേങ്ങ അരച്ചും കറി വെക്കാം ഇത് കേട്ടോ. തേങ്ങ വറുത്തരച്ച് വെക്കുന്നതും ടേസ്റ്റാണ്. ഞാനിന്ന് മുളക് കറിയാണ് വെക്കുന്നത്. അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറുകിയിരിക്കുന്ന പരുവമാണ്. ഞാനിപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് കുടംപുളിയാണ് ഇടുന്നത്. നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് കുറുകിയിട്ടുണ്ട്. ഞാൻ 2-3-4 കുടംപുളി കഴുകി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിള വരുമ്പോഴത്തേന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിള വരുമ്പോഴത്തേന് അതിനകത്തോട്ട് നമ്മൾ മീൻ പിറക്കി ഇട്ട് കൊടുക്കുക. അതൊന്ന് തിളച്ച് സെറ്റാവണം. ഇവിടെ ആണെങ്കിൽ നമുക്ക് മാർക്കാൻ നല്ല വരിക്കച്ചൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുട്ട ഞാൻ എന്നോട് ഇടുന്നുണ്ട്. പിന്നെ നമ്മളിതിന് ഉപ്പിടണം. വരുന്ന ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഞാൻ. അപ്പം ഞാൻ ഉപ്പും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണെങ്കിൽ വാതിക്കൽ നല്ല ചക്ക ഇട്ടിട്ടുണ്ട്. ചക്കയ്ക്ക് എങ്ങും ഓടണ്ട, നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അമ്മയും അനിയത്തിയും കൂടെ ചക്കയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ചക്കയും കൂടെ എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. നമ്മൾ ചക്ക തേങ്ങ അരച്ചല്ലേ വെക്കുന്നത്. ഞാൻ തേങ്ങ അരയ്ക്കാതാണ് ചക്ക വെക്കാൻ പോകുന്നത്. നല്ല മുള്ള് ചക്കയാണ് കിട്ടിയത്. അത് പഴുപ്പിച്ചാലും നല്ലതായിരുന്നു. എൻ്റെ കൂടെ തന്നെ 2-3 ഞാൻ പറക്കി തിന്നുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നന്നാക്കി നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതരിഞ്ഞത് എല്ലാം കഴുകി വാരി വൃത്തിയാക്കി നമുക്ക് വെക്കാം. നല്ല ചക്കയായിരുന്നു കേട്ടോ. അരിഞ്ഞപ്പോൾ തന്നെ ഞാൻ 2-3 അകത്താക്കി. അങ്ങനെ ചക്കയെല്ലാം അരിഞ്ഞ് നമുക്ക് കിട്ടി. നമ്മളതെല്ലാം കഴുകി വൃത്തിയാക്കി ഇഡ്ഡലിക്കുട്ടകത്തിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം ആവി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊന്ന് ചേർത്ത് എന്തുവെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും കൊച്ചുള്ളി, പച്ചമുളക്, ജീരകം ഇതെല്ലാം കൂടെ കല്ലിലൊന്ന് അരച്ചിട്ട് തേങ്ങ ഇല്ലാതാണ് എടുത്തത്. പിന്നെ അതിനകത്ത് കടുക് വറുത്തും ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകറിയും ചക്ക അവിയലും ശരിയായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ